കപ്പൽ ദുരന്തത്തിൽ കേസെടുക്കാനുള്ള കേരള സർക്കാരിന്റെ വൈകിയുദിച്ച ബുദ്ധി എന്തായാലും നല്ല കാര്യമാണ്. 24-ാം തീയതി പാതിരാത്രി നടന്ന സംഭവത്തിന് 17 ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ ഒരു FIR ഇട്ടിരിക്കുന്നത്. കേരളത്തിന്റെ തീരദേശത്താകമാനം, പ്രത്യേകിച്ച് തിരുവിതാംകൂറിന്റെ തീരദേശത്താകമാനം വലിയ ആശങ്ക പരത്തിയ ഈ സംഭവം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നമ്മൾ ആകെ ആശങ്കയിലായിരുന്നു. പ്രത്യേകിച്ച് തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക്, മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി നിൽക്കുന്ന ആളുകൾക്ക് ആശങ്കയുടെ ദിവസങ്ങളായിരുന്നു. കംപ്ലീറ്റ് മത്സ്യബന്ധനം നടത്താൻ പറ്റുന്നില്ല. കാര്യമായിട്ട് ആദ്യം കുറേ ദിവസം നിരോധിച്ചു. പിന്നെ മത്സ്യബന്ധനം നടത്താൻ പോകുമ്പം വല ഈ കണ്ടെയ്നറുകളിൽ കുടുങ്ങിയവർക്ക് മത്സ്യം പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. വലയൊക്കെ നശിക്കുന്ന അവസ്ഥ വന്നു. വലിയ നഷ്ടമാണ് തീരപ്രദേശത്തുണ്ടായിരിക്കുന്നത്, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം മുതലേ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, കേസെടുക്കണം. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഉടനടി കേസെടുക്കുന്ന കാര്യമാണ്. നഷ്ടപരിഹാരത്തിന് ശക്തി കൂട്ടാൻ, അതിന്റെ ക്ലെയിമിന് ശക്തി കൂട്ടാൻ ഇത്തരം കേസുകൾ ഫലപ്രദമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാത്രമല്ല 2016 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് 200 നോട്ടിക്കൽ മൈലിനകത്തുള്ള ഇത്തരം സംഭവങ്ങൾക്ക് കേസെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ 17 ദിവസത്തെ കാലതാമസം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന് സർക്കാർ ഉത്തരവുണ്ടോ? 25-ാം തീയതി രാവിലെ എടുക്കേണ്ട കേസ്, 24-ാം തീയതി രാത്രി ഉണ്ടായ സംഭവത്തിൽ 25-ാം തീയതി രാവിലെ എടുക്കേണ്ട FIR ഈ മാസം 11 വരെ 17 ദിവസം നീട്ടിക്കൊണ്ടുപോയത് ആർക്ക് വേണ്ടിയായിരുന്നു? ക്ലിയറാണ്. മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും അതുപോലെ തന്നെ കേരള ചീഫ് സെക്രട്ടറി നടത്തിയ യോഗ തീരുമാനത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ആ മിനിറ്റ്സ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കമ്പനി, വിഴിഞ്ഞത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട കമ്പനി ആയതുകൊണ്ട് കേസ് വേണ്ട, ക്ലെയിം നോക്കിയാൽ മതി. അന്ന് തന്നെ ഞാനിത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു, കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, ഫിഷറീസ് മന്ത്രിക്കും ഷിപ്പിംഗ് മന്ത്രിക്കും ഒക്കെ കത്തയച്ചു. ഈ ആശങ്കകൾ അറിയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായമുണ്ടാക്കാൻ ക്ലെയിം വാങ്ങണം, കപ്പൽ കമ്പനിയെ പ്രതിക്കൂട്ടിലാക്കണം. കപ്പൽ കമ്പനി ചിത്രത്തിലേ വരുന്നില്ല, അവരുടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് കപ്പലുണ്ടായ കണ്ടെയ്നറിലെ വിശദാംശങ്ങൾ പോലും ഇന്ന് രാവിലെയാണ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത്. കേരളത്തിലെ പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളികളും മാധ്യമങ്ങളും ഒക്കെ തന്നെ കൂട്ടായിട്ട് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചു. ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും സമ്മർദ്ദം എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ മലക്കം പറഞ്ഞിരിക്കുകയാണ്. കേസെടുക്കാൻ പറ്റില്ല, അത് കേന്ദ്രമാണ് കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പം ഒരു പെറ്റീഷൻ കിട്ടി 1 മണിക്കൂറിനകം കേസെടുത്തിരിക്കുകയാണ്. ഒരു പെറ്റീഷൻ കിട്ടി 1 മണിക്കൂറേ ആയിട്ടുള്ളൂ, കേസെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമാണ്. അദാനിയുടെ മുമ്പിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. അദാനിക്ക് കച്ചവട താല്പര്യമുള്ള ഒരു കമ്പനി കേരള തീരത്തെ വിനാശത്തിന്റെ വഴുതിയിലേക്ക്, പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ച് സംഭവം ഉണ്ടാക്കിയപ്പോൾ ന്യായമായും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി ഇവിടെ നിന്ന് നിലകൊണ്ടു. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ടാണ് 17 ദിവസം ഈ കേസ് വൈകിയത്. പക്ഷെ കേരള സമൂഹമായതുകൊണ്ട് അങ്ങനെയൊന്നും ആരെയും കുത്തക മുതലാളിമാർക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചാൽ വിടില്ല എന്നുള്ളതുകൊണ്ട് അവസാനം സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറുപടി ഉണ്ടാകണം. എന്തുകൊണ്ട് 17 ദിവസം വൈകി? എന്തുകൊണ്ട് ഇതിനകത്തെ കണ്ടെയ്നറിലെ സാധനങ്ങൾ പുറത്തുവിടാനുള്ള തീരുമാനം വൈകി? ഹൈക്കോടതിയിൽ കേസുണ്ട്. നമ്മുടെ TN പ്രതാപൻ തൃശ്ശൂർക്കാരനും കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. പിന്നെ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചകളാക്കി, നിരന്തരമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. എന്തായാലും ഈ കാര്യത്തിലെങ്കിലും സർക്കാർ ഇപ്പോൾ അവസാനം കേസെടുക്കാൻ പറ്റും, കേരള സർക്കാരിന് കേസെടുക്കാൻ പറ്റും എന്ന് തെളിയിച്ചു. സത്യമാണ്.